സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക രേഖകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചു. 1998 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിപ്പിച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. ശില്പങ്ങളിൽ സ്വർണം പൂശണമെന്ന ദേവസ്വം ബോർഡിന്റെ കത്തും കണ്ടെത്തി. 2019 ശില്പങ്ങൾ ചെമ്പല്ലെന്ന് രേഖപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റിപ്പോർട്ടും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പ് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിറക്കിയത്. VS അനു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. VS അനു, ഗുഡ് മോർണിംഗ്. പുതിയ കണ്ടെത്തലുകൾ വരുന്നു, അതും നിർണായകമായ കണ്ടെത്തലുകൾ വരുന്നു. എങ്ങനെയാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തലുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെളിവുകൾ എത്രത്തോളം നിർണായകമാണ്? സേതുലക്ഷ്മി, 1998 ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നത്. ഇപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. അതായത് 98 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിപ്പിച്ചതിൻ്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ സമയത്ത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ വിജയമല്യയുടെ ഗ്രൂപ്പിന് നൽകിയ കത്തിൻ്റെ പകർപ്പടക്കം ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ എത്ര സ്വർണ്ണമാണ് പതിപ്പിച്ചത്, ഇതിൻ്റെ തൂക്കം എത്രയാണ് എന്നടക്കമുള്ള രേഖകൾക്കായുള്ള പരിശോധനകൾ ഇപ്പോഴും ഈ മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലടക്കം വിജിലൻസ് നടത്തുന്നുണ്ട്. അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ ആ രേഖകളും കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിജിലൻസ് സംഘത്തിന് ഉള്ളത്. പക്ഷേ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ആദ്യമായി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അത് 2019 ദേവസ്വം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ ശില്പങ്ങളുടെ ഈ അറ്റകുറ്റപ്പണികൾക്കായി അത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് നൽകണമെന്നും ഈ ചെമ്പ് പാളി അദ്ദേഹത്തിന് നൽകണമെന്നും പറഞ്ഞുകൊണ്ടുള്ള 2019 റിപ്പോർട്ടിലാണ് ആദ്യമായി ഇതൊരു ചെമ്പ് പാളിയാണ് എന്ന് ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതുന്നത്. ഈ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഈ ശില്പങ്ങൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറി അതിൻ്റെ സ്വർണ്ണം പൂശാൻ വേണ്ടി നൽകണം എന്നുള്ള വിവാദമായ ഉത്തരവ് ഇറക്കുന്നത്. അതായത് 2019 ആദ്യമായി ഇത് ചെമ്പാണ് എന്ന് പറയുന്ന ഒരു രേഖയായി നിലവിൽ വിജിലൻസിന് ലഭിച്ചിട്ടുള്ള രേഖ. അത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റിപ്പോർട്ടാണ്. അങ്ങനെ ഇതിന്റെ തന്നെ ഒരു ദുരൂഹത മാറ്റണം. കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ 1998 ഇതിൽ സ്വർണം പൂശിയിരുന്നു. അതായത് സ്വർണം പൂശാൻ അനുമതി തേടി, സ്വർണം പൂശാനുള്ള അനുമതി കൊടുക്കുന്നു, കത്ത് കൊടുക്കുന്നു, ഇതിൽ സ്വർണം പൂശുന്നു. പക്ഷേ 2019 ഇത് വീണ്ടും സ്വർണം പൂശണമെന്ന് പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചെമ്പെന്നാ. അതായത് ഒരിക്കൽ സ്വർണം പൂശിയാൽ പിന്നെ അത് എങ്ങനെയാണ് ചെമ്പാവുന്നത്? അപ്പം മഹസറിൽ രേഖപ്പെടുത്തേണ്ടത് സ്വർണം എന്നാണല്ലോ. അപ്പം 2 വട്ടം എങ്ങനെ ഇതിൽ സ്വർണം പൂശാൻ അനുമതി കൊടുക്കുന്നു? ആ ഒരു വലിയ ക്രമക്ക് അതിനല്ലേ ആദ്യം ഒരു ഉത്തരവാവേണ്ടത്? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സമയത്ത് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥരുടെ വാദം, അതായത് ഈ ചെമ്പ് എന്ന് രേഖപ്പെടുത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ ശബരിമലയിൽ ഈ മുകളിലെ, അതായത് മേൽക്കൂരയിൽ നന്നായി സ്വർണം പതിപ്പിച്ചു. അതേസമയം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ അത്ര കട്ടിക്കല്ല, അല്ലെങ്കിൽ നേർത്ത പാളികളായിട്ടാണ് ഈ സ്വർണം പതിപ്പിച്ചത്. ഇത് ഈ കാലപ്പഴക്കം കൊണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാലപ്പഴക്കം കൊണ്ട് മങ്ങിപ്പോയതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. മാത്രമല്ല, ആ സമയങ്ങളിൽ ഈ നെയ്യഭിഷേകത്തിന് ശേഷം ഈ നെയ്യ് വാങ്ങിയിരുന്നത് ഈ ശ്രീകോവിലിൻ്റെ സമീപത്ത് നിന്നാണ്. ആ സമയത്ത് അയ്യപ്പ ഭക്തരടക്കം ഈ ക്ഷേത്രത്തിലും ശ്രീകോവിലിലും ഈ ദ്വാരപാലക ശില്പങ്ങളിലും തൊടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ ഈ കമ്പിവേലി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലപ്പഴക്കം കൊണ്ടാണ് ഇങ്ങനെ ഈ സ്വർണം മാഞ്ഞ് ചെമ്പായത് എന്നുള്ള വളരെ വിചിത്രമായ ഒരു വാദമാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ 2019 വീണ്ടും സ്വർണം പൂശാൻ അനുമതി നൽകിയത്? അങ്ങനെയാണോ പറയുന്നത്? അതായത് ഇതിൽ വിള്ളലുകൾ കണ്ടതുകൊണ്ടും നിറം മങ്ങിയത് കൊണ്ടും?
തീർച്ചയായും അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീകോവിലിൻ്റെ കവാടം ആ സമയത്ത് ശ്രീകോവിലിൻ്റെ കവാടത്തിന് ചെറിയ കേടുപാടുകളും അതുവഴി ഈ എലികൾ അടക്കം കയറുന്നൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയും ഇത് ഞാൻ നന്നാക്കി തരാമെന്ന് ഈ പറയുന്ന സ്പോൺസർ നന്നാക്കി തരുന്നത് ഇതിന് പകരം പുതിയത് താൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വെളിയിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുകയും ഈ കവാടങ്ങളുടെ മാതൃക ഗുരുവായൂരിൽ ഉണ്ടാക്കി അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരുന്നത്. അത് കണ്ടപ്പോൾ ഇത് വെച്ചപ്പോൾ ഈ സൈഡിലെ ദ്വാരപാലക ശില്പങ്ങളിൽ മങ്ങലുണ്ട്, അപ്പോൾ ഇത് ഞാൻ ശരിയാക്കി തരാം. അങ്ങനെയാണ് 2019 അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ ചെമ്പ് പാളി മാറ്റണം എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എങ്ങനെയാണ് ചെമ്പായത് എന്നുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും 98 സ്വർണം പതിപ്പിച്ചതിൻ്റെ നിർണായക രേഖകൾ അത് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്.